Prime Minister Narendra Modi is interacting with BJP Karyakartas. സൗജന്യ റേഷൻ നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ അത് 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു. അവർക്ക് നല്ല വീട് നൽകി. സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ നാം പാവങ്ങളുടെ ജീവിതം സുഖകരമാക്കി. साथियों, बीजेपी सरकार की प्राथमिकता है देश के सामान्य नागरिक की, आपकी कमाई बढ़े लेकिन बचत भी बढ़े। आयुष्मान भारत योजना के तहत 5 लाख रुपए तक का मुफ्त इलाज मिलने से देश के लोगों को 1 लाख करोड़ रुपए की बचत हुई है। जन औषधि केंद्रों पर 80% डिस्काउंट पर दवा देने से देश के लोगों के 25,000 करोड़ रुपए से ज्यादा बचे हैं। 10 साल पहले तक 2 लाख रुपए से ज्यादा की इनकम पर इनकम टैक्स लगा करता था। बीजेपी सरकार ने तय किया कि अब 2 लाख बहुत जमाना चला गया, 7 लाख रुपए तक की इनकम पर कोई टैक्स नहीं होगा। टैक्स को लेकर जो भी नई व्यवस्थाएं 10 वर्षों में आई है उससे टैक्स पेयर के लगभग 2.5 लाख करोड़ रुपए की बचत हुई है। बीजेपी सरकार ने मोबाइल भी सस्ता किया है और मोबाइल डेटा भी सस्ता किया है। 10 साल पहले मोबाइल डेटा की जो कीमत थी, अगर वही आज भी रहती तो आज आपका मोबाइल बिल कम से कम 5,000 रुपया महीने आता। आज बीजेपी की सरकार की वजह से देश के लोगों को हर महीने मोबाइल बिल पर 4-4.5 हजार रुपया हर व्यक्ति का जो मोबाइल का उपयोग करता है 4-4.5 हजार रुपये की बचत हो रही है। ബിജെപി സർക്കാരിന്റെ പ്രാഥമികമായ ലക്ഷ്യം രാജ്യത്തെ സാധാരണക്കാരുടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനോടൊപ്പം അവരുടെ സമ്പാദ്യവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കുന്നതിലൂടെ രാജ്യത്തിലെ സാധാരണക്കാർക്ക് 1 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ 80% കിഴിവിൽ മരുന്നുകൾ ലഭിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഏതാണ്ട് 25,000 കോടി രൂപയിലധികം ലാഭമുണ്ടായിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് 2 ലക്ഷം രൂപയിലധികം വരുമാനമുള്ളവർ ആദായ നികുതി നൽകണമായിരുന്നു. ആ 2 ലക്ഷം രൂപയുടെ കാലം കഴിഞ്ഞു. ബിജെപി സർക്കാർ തീരുമാനിച്ചു 7 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി വേണ്ട എന്ന്. നികുതി വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുണ്ടായ മാറ്റങ്ങൾ, പുതിയ തീരുമാനങ്ങൾ കൊണ്ട് രാജ്യത്തിലെ നികുതിദായകർക്ക് 2.5 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. ബിജെപി സർക്കാർ മൊബൈൽ ഫോണിന്റെ വില കുറച്ചു. അതോടൊപ്പം മൊബൈൽ ഡാറ്റയുടെ വിലയും കുറച്ചു. 10 വർഷം മുമ്പുള്ള മൊബൈൽ ഡാറ്റയുടെ വിലയാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയുടെ ബില്ല് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 5,000 രൂപയാവുമായിരുന്നു. ഇന്ന് ബിജെപി സർക്കാർ കാരണം ഓരോ വ്യക്തിക്കും 4,000 മുതൽ 4,500 രൂപ വരെയുള്ള തുകയുടെ ലാഭം ഓരോ മാസവും മൊബൈൽ ബിൽ ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. साथियों, बीजेपी सरकार की स्पष्ट नीति
और निर्णयों का सकारात्मक असर आज देश में दिख रहा है। हाल में ही आई एक रिपोर्ट में आया है कि पिछले 9 वर्षों में देश में 25 करोड़ लोग, ये आंकड़ा याद रखिए, 9 वर्ष में 25 करोड़ लोग गरीबी से बाहर निकले हैं। जिस देश में 5 दशकों तक कांग्रेस जैसे दलों ने सिर्फ गरीबी हटाओ का नारा दिया, वहां सिर्फ 9 साल में लगभग 25 करोड़ लोगों का गरीबी से बाहर निकलना, ये बहुत बड़ी बात है। ये दिखाता है कि विकसित भारत बनने के लिए हमने जो दिशा तय की है, जिस रास्ते पर चल रहे हैं, वो रास्ता सही है। बीजेपी